ഓക്കെ സ്റ്റുഡൻസ്, മക്കളെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 ഏത് ചാപ്റ്റർ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഇസ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഏത് ടോപ്പിക് എന്നാണെന്ന് ചോദിച്ചാൽ കളർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. കളർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ടേബിൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ഒരുപാട് എലമെന്റ്സിന്റെ കളർ ഉണ്ട്. ആ കളർ പഠിക്കാൻ നമ്മളൊരു കോഡും പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നില്ലേ നിങ്ങൾ? വന്ദനം ഗുരുവേ B² VP, വന്ദനം ഗുരുവേ വയ്യന്റെ പൊന്നെ, ബോറാണ് ഗുരുവേ ബോറാണ്. ഇങ്ങനൊരു കോഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. വന്ദനം ഗുരുവേ VG, B² VP, വന്ദനം ഗുരുവേ വയ്യന്റെ പൊന്നെ, ബോറാണ് ഗുരുവേ ബോറാണ്. ഇതാണ് നമ്മുടെ കോഡ് അല്ലേ? ഇത് നമ്മുടെ പ്രവീൺ സാറ് ഉണ്ടാക്കി വെച്ച കോഡാണ്. സാറാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. സോ ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ആ ക്രെഡിറ്റ് സാറിനാണ് പോകേണ്ടത് കേട്ടോ. വാട്ട് എവർ, നമുക്ക് ഇതിൻ്റെ എന്താണ് ഈ കോഡിൻ്റെ ഒരു എങ്ങനെയാണ് ഈ കോഡ് നമ്മൾ ഇതുമായിട്ട് ചാനൽ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ടൈറ്റാനിയം 3+ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് പേർപ്പിൾ കളറാണെന്നുള്ളത്. അത് മാത്രമാണ് ഈ കോഡിൽ നമ്മൾ ഉൾപ്പെടുത്താത്തത്. ബാക്കിയുള്ള എല്ലാ ഇതിലുണ്ട്. വെനേഡിയം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെനേഡിയം +2, വെനേഡിയം +3, വെനേഡിയം +4, 3 കാറ്റയോൺസ്. വെനേഡിയം കഴിഞ്ഞാൽ ആരാ? വെനേഡിയം കഴിഞ്ഞാൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ക്രോമിയം ഞാനിവിടെ +2, ക്രോമിയം +3, മാംഗനീസ് അതേപോലെ +2, മാംഗനീസ് +3. ഓക്കെ, ഇനി മാംഗനീസ് കഴിഞ്ഞാൽ അയൺ +2, അയൺ +3, കൊബാൾട്ട് +2, കൊബാൾട്ട് +3 ഞാൻ ഒന്നിച്ച് എഴുതി. കോപ്പർ +2, കൊബാൾട്ട്, നിക്കലും കോപ്പറൊക്കെ ഒരൊറ്റ എണ്ണേ ഉള്ളൂ. നിക്കൽ ആൻഡ് കോപ്പർ ഒരൊറ്റ ഓക്സിഡൈസ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് VG വന്ദനം ഗുരുവേ, B² VP വന്ദനം ഗുരുവേ, വയ്യന്റെ പൊന്നെ, ബോറാണ് ഗുരുവേ ബോറാണ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ നോക്കൂ, നമുക്ക് ഇതിൽ സ്കാൻഡിയം 3+ഉം സിങ്ക് 2+ഉം കണ്ടാൽ ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാം. എന്താ കാരണം? സ്കാൻഡിയം 3+ കളർലെസ് ആണ്, സിങ്ക് 2+ കളർലെസ് ആണ്. അവർക്ക് ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല. സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ 4s2 3d1 3 ഇലക്ട്രോണും പോയി കഴിഞ്ഞാൽ 0 ആയല്ലോ. അപ്പോൾ അതിൽ അവർക്ക് കളറില്ല. Zn 2+ഉം അത് തന്നെ, D10 സിസ്റ്റമാണ്, അവർക്കും കളറില്ല. അപ്പോൾ ഇത് രണ്ടും കളർലെസ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് അത് രണ്ടും ഞാൻ ഒഴിവാക്കി. ഇനി നിങ്ങൾ നോക്കൂ, ഒരേ കളർ ഉള്ളത്, ഇപ്പോൾ വയലറ്റ് കളർ ഉള്ളത് ഈ 3 പേർക്കാണ്. ബ്ലൂ കളർ ഉള്ളത് ഈ 4 പേർക്കാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് സെയിം കളർ സെറ്റാണ് ചോദിച്ചത്. അപ്പോൾ സെയിം കളർ സെറ്റ് ഉള്ളപ്പോൾ വയലറ്റ് നോക്കുമ്പോൾ വെനേഡിയം 2+ ഉണ്ട്, പിന്നെ ക്രോമിയം 3+ ഉണ്ട്, പിന്നെ മാംഗനീസ് 3+ ഉണ്ട്. ആൻസർ ഇസ് 1. അപ്പോൾ ഈ കോഡ് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് അത് കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഈ എഴുതുന്ന രീതിക്കാണ് നമ്മൾ ആ കോഡ് പറയുന്നത്. NCERTയിൽ ഈ ഓർഡറിലല്ല എന്ത് കൊടുത്തിട്ടുള്ളത്, ടേബിൾ കൊടുത്തിട്ടുള്ളത്. അത് മിക്സ്ഡ് മസാല ആയിട്ടാണ്. ഇതിനെ ഈ ഒരു ഓർഡറിലേക്ക് ആക്കി എന്നിട്ട് ഒരു കോഡും കൂടി നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾ ആ ടേബിൾ മൊത്തം കാണാപ്പാടം പഠിക്കേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി ഈ കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു.